ട്രാൻസ്ഫോമർ എങ്ങനെയാണ് വൈൻഡ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് 0-12 വോൾട്ട് 1 ആംപിയർ. അതിനുവേണ്ടി നമ്മൾ എടുത്തേക്കുന്ന ബോബിൻ സൈസ് 0.75 ഇൻറ്റു 0.75, അതായത് മുക്കാലിക്ക് മുക്കാല് ബോബിനാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് 1 ആംപിയർ ട്രാൻസ്ഫോമർ ചെയ്യാൻ വേണ്ടി. അപ്പൊ നമുക്ക് ഇത് മെഷീനിലോട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വൈൻഡ് ചെയ്ത് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ട്രാൻസ്ഫോമർ വൈൻഡിങ് മെഷീൻ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ടെക്നോളജി ഒന്നുമില്ല, സാധാ ഒരു കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വൈൻഡിങ് മെഷീനാണ്. ഇത് ഇലക്ട്രോണിക്സ് പഠിക്കുന്നവർക്കും ഈ ട്രാൻസ്ഫോമർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി ഒരു പഠനത്തിന് ആവശ്യമായി വൈൻഡിങ് ചെയ്ത് കാണിക്കുന്നതാണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്ത് നോക്കാം. ഇതിനു വേണ്ടി നമ്മൾ പ്രൈമറി സൈഡ് വൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് 39 ഗേജ് കോപ്പർ ഇനാമൽ വയറാണ്. ആദ്യം തന്നെ നമ്മൾ വൈൻഡിങ് സ്റ്റാർട്ടിങ് പോയിന്റിൽ ലീഡ് എടുക്കാൻ വേണ്ടി നമ്മൾ സ്ലീവ് എല്ലാം ഇട്ട് കോപ്പർ വയർ കറക്റ്റ് ഇളകി പോകാത്ത രീതിയിൽ ഫിക്സ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ വച്ചതിന് ശേഷം ഒരു ഇൻസുലേഷൻ ടേപ്പ് എടുത്ത് നമുക്ക് ഇതിൽ ഇളകി പോകാതെ ഒട്ടിച്ചു വെക്കുക. സീറോ 12 1 ആംപിയർ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ചെയ്യാൻ ഉപയോഗിക്കുന്നത് 0-12 1 ആംപിയർ. അതിന് ഉപയോഗിക്കുന്ന ബോബിൻ എന്ന് പറയുന്നത് 0.75 ഇൻറ്റു 0.75 ആണ് ബോബിൻ സൈസ്. പിന്നെ പ്രൈമറി സ്റ്റേജിൽ ഉപയോഗിക്കുന്ന കമ്പി 39 ഗേജ് ആണ്. അതായത് നമ്മൾ 230 വോൾട്ടേജ് കൊടുക്കുന്ന സൈഡിൽ 39 ഗേജ്, സെക്കൻഡറി വൈൻഡിങ് 21 ഗേജ് ആണ്. നമ്മൾ 12 വോൾട്ട് എടുക്കാൻ വെക്കുന്നത്. പ്രൈമറി ടേൺസ് 2688.8, സെക്കൻഡറി ടേൺസ് 138 ടേൺസുമാണ്. 230 വോൾട്ടേജ് കൊടുക്കുന്ന സൈഡിലെ എണ്ണമാണ് 2688. 138 എന്ന് പറയുന്നത് 12 വോൾട്ട് എടുക്കാൻ ഉപയോഗിക്കുന്ന സൈഡ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൈമറി സൈഡ് വൈൻഡിങ് ചെയ്ത് തുടങ്ങും. ആദ്യം കൗണ്ടർ 0-ലാക്കിയതിനു ശേഷം സ്റ്റാർട്ടിങ് തുടങ്ങാം വൈൻഡിങ്. ടു 30 വോൾട്ടേജ് പ്രൈമറി സൈഡ് വൈൻഡിങ് ഫിനിഷ് ആയിരിക്കുകയാണ്. 2659 ഇത് ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിങ് എൻഡും ലീഡ് വന്നിട്ടുണ്ട്. അതിന് ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ടേപ്പ് ചെയ്തതിനു ശേഷം പിന്നെ ഒരു ഇൻസുലേഷൻ പേപ്പർ കൊണ്ട് കവർ ചെയ്യേണ്ടതാണ്. അതായത് പ്രൈമറി സെക്കൻഡറി വേർതിരിക്കാൻ വേണ്ടി ഈ ബ്ലാക്ക് പേപ്പറാണ് ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. അത് പ്രൈമറി സെക്കൻഡറി വേർതിരിക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് ഇതുപോലെ ഇതിൽ ബോബിന്റെ അകത്ത് കറക്റ്റ് ടേപ്പ് ചെയ്ത് പിടിപ്പിക്കേണ്ടതാണ്. പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും എപ്പോഴും രണ്ടും രണ്ടായിട്ട് തന്നെ എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഷോക്ക് ഏൽക്കാനൊക്കെ ഉള്ള സാഹചര്യം കൂടുതലാണ്. അതിനുവേണ്ടിയാണ് ഈ പ്രൈമറിയും സെക്കൻഡറി വേർതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബ്ലാക്ക് പേപ്പർ ഇൻസുലേഷൻ പേപ്പർ കൊണ്ട് നമ്മൾ അവിടെ ഒരു കവറിങ് കൊടുക്കുന്നത്. അതിന്റെ മുകളിലാണ് ഇനി നമ്മൾ സെക്കൻഡറി വൈൻഡിങ് ചുറ്റിയെടുക്കുന്നത്. ഇതുപോലെ ഒരു തടി പീസോ എന്തെങ്കിലും വെച്ച് ബോബിന്റെ 4 സൈഡിൽ ഒന്ന് ഒതുക്കിയെടുത്താൽ വൈൻഡിങ് കുറച്ചുകൂടി ഒതുങ്ങി കിട്ടുന്നതാണ്. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡറി വൈൻഡിങ് ആണ്. അതായത് 138 ടേൺസ് 12 വാട്ട് എടുക്കാൻ വേണ്ടിയുള്ള. അതിനുവേണ്ടി നമ്മൾ 21 ഗേജ് ആണ് കോപ്പർ ഉപയോഗിക്കുന്നത്.
അപ്പം നമുക്ക് വൈൻഡിങ് സെക്കൻഡറി വൈൻഡിങ് കൂടെ ചെയ്ത് എടുക്കാവുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 0 to 1 ആംപിയർ ട്രാൻസ്ഫോമർ വൈൻഡിങ് പൂർത്തിയായിരിക്കുകയാണ്. ഇനി ചെയ്യാനുള്ളത് പ്രൈമറി സൈഡിലും സെക്കൻഡറി സൈഡിലുമുള്ള ലീഡ് വയറുകൾ കണക്ട് ചെയ്യുക. 230 വോൾട്ടേജ് നമുക്ക് ലൈനിൽ നിന്ന് എടുക്കുന്നതിനും 12 വോൾട്ട് ട്രാൻസ്ഫോമറിൽ നിന്ന് എടുക്കുന്നതിനും വേണ്ടിയുള്ള ലീഡ് വയറുകൾ അതാണ് ഇനി കണക്ട് ചെയ്യാൻ പോകുന്നത്. ലീഡ് വയർ സോൾഡറിങ് ചെയ്യുന്നതിന് മുമ്പ് കോപ്പർ കമ്പനിയുടെ ഇനാമൽ ഇതുപോലെ നീക്കം ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ സോൾഡറിങ് പിടിക്കുന്നതല്ല. ഇതുപോലെ ചെറിയ ഏതെങ്കിലും വെച്ചിട്ട് നൈസായിട്ട് അതിന്റെ പുറത്തുള്ള ഇൻസുലേഷൻ മാറ്റേണ്ടതാണ്. അതിനുശേഷം വയർ കറക്റ്റ് വെച്ചതിന് ശേഷം അതിൽ സോൾഡറിങ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ട്രാൻസ്ഫോമർ വൈൻഡിങ് സെക്ഷൻ പൂർത്തിയായി, ലീഡ് വയർ ഇട്ട് കഴിഞ്ഞു. ഇതിന് പുറമേയുള്ള ഇൻസുലേഷൻ എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കോറുകൾ സെറ്റ് ചെയ്യുക. ട്രാൻസ്ഫോമറിന്റെ കോറുകൾ ട്രാൻസ്ഫോമറിൽ സെറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം.
നമ്മുടെ 0 to 1 ആംപിയർ ട്രാൻസ്ഫോമറിന്റെ കോറിംഗ് സെറ്റ് ചെയ്യുന്ന പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ്. ഈ കോറെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാൻ പോവുകയാണ്. 230 വോൾട്ടേജിലോട്ട് കൊടുത്തതിന് ശേഷം ഓൺ ചെയ്തതിനു ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കത്തുന്ന ബൾബ് 12 വോൾട്ട് 50 വാട്ട്സ് ആണ്. 12 വോൾട്ട്സ് ട്രാൻസ്ഫോമർ ആണ്. എന്നിട്ട് പോലും അത് കത്തുന്നുണ്ട്. നല്ല ആംബിയറും ഉണ്ട്. 1 ആംബിയർ ആണെങ്കിൽ 2 ആംബിയറിനെക്കാട്ടും കൂടുതൽ കിട്ടും ആംബിയർ. മീറ്ററിൽ നോക്കുമ്പോൾ 10 വോൾട്ടാണ് കാണിക്കുന്നത്. ഈ മീറ്ററിൽ 10 വോൾട്ടേ കാണിക്കത്തുള്ളൂ. കാരണം 2 വോൾട്ടേജ് എപ്പോഴും കുറച്ചാണ് കാണിക്കുന്നത്. ഈ ട്രാൻസ്ഫോമർ ക്ലാമ്പ് കൂടെ സെറ്റ് ചെയ്ത് ഒരു ബ്രാൻഡഡ് ട്രാൻസ്ഫോമർ ആക്കി നമുക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ക്ലാമ്പെല്ലാം സെറ്റ് ചെയ്ത് ട്രാൻസ്ഫോമർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.